അങ്ങേക്ക് KSRTCയിൽ ഏറ്റുമുട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? ഇങ്ങനൊരു തീരുമാനം ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഒരു സ്വപ്നതുല്യമായ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു തീരുമാനമാണ്. കാരണം ഒരു 7-7.5 കോടി വരുമാനമേ KSRTC കൊള്ളുമല്ലോ ഒരു മാസം. അതിൽ പകുതി സ്ത്രീകൾ സഞ്ചരിക്കുന്നത് കണക്ക് വെച്ച് കഴിഞ്ഞാൽ പകുതി വരുമാനം പോകും. പിന്നെ പ്രൈവറ്റ് ബസ്സിൽ പോകുന്ന ആളുകളും കൂടി ഇനി KSRTCയിൽ കയറി സഞ്ചരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് വരുമാനം അവർക്ക് പോവും. ഇവിടെ വരുമാനം ഒരുപാട് കുറയാനും സാധ്യതയുണ്ട്. പുരുഷന്മാർ കയറാൻ സ്ഥലവും കാണത്തില്ല. ഈ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കരുതി സ്ത്രീകൾക്കാണ് സന്തോഷം എന്നാ. ഇപ്പൊ സ്ത്രീകൾ രാവിലെ തൊട്ട് ഇങ്ങനെ ബസ്സിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചൊക്കെ നടക്കുമ്പോൾ സ്ത്രീകളില്ലാതെ ഭാര്യമാരില്ലാതെ പുരുഷന്മാർ വീട്ടിരിക്കുമ്പം അവരുടെ ഒരു സന്തോഷം ആലോചിച്ച് നോക്കും. അപ്പം സ്ത്രീകളെക്കാൾ ഉപരി പുരുഷന്മാരാണ് ഇതൊരു രാഷ്ട്രീയ തീരുമാനത്തിൽ വോട്ട് ചെയ്തതെന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞാലും ഈ ലോകമെമ്പാടും എടുത്തു കഴിഞ്ഞാൽ പൊതുഗതാഗതം ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വമാണ് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ. ഇപ്പം നമ്മുടെ വീട്ടിലൊരു മോഷണം നടന്നു, പോലീസ് വന്ന് അന്വേഷിക്കുന്നു, കള്ളന്മാരെ പിടിക്കുന്നു, അതിന് പോലീസ് ബില്ല് ചെയ്യുന്നില്ലല്ലോ. അല്ല, നമ്മുടെ വീട്ടിൽ തീ പിടിച്ചു, ഫയർ എഞ്ചിൻ വരുന്നു, ഇറ്റ്സ് ഫ്രീ. അതുപോലുള്ളൊരു ഒരു സംഭവമാണ് റൈറ്റ് ടു മൂവ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള. അപ്പോൾ ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ കൊടുക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ഘട്ടം ഘട്ടമായി സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളുമുണ്ട്. ഇത് സംബന്ധിച്ച് ഞാൻ KSRTCയിൽ ഇരിക്കുമ്പോൾ അന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ഞങ്ങളെ പോളണ്ടിൽ ഇസ്രായേൽ ഇതിനെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു. അപ്പോൾ അവിടെയൊക്കെ നടക്കുന്നത് ഈ ഇതുപോലെയുള്ള സൗജന്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് നടത്തുന്ന ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ് കൂടുതൽ അരാജകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാര്യം എനിത്തിങ് സൗജന്യം കിട്ടുന്നിടത്ത് പൈസ എല്ലാം കിട്ടുന്നതല്ലേ. അപ്പോൾ അവിടെ സൂപ്പർവിഷൻ കുറയുന്നു. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞ നമ്മുടെ കേസിൽ KSRTC സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യം. അപ്പം ഏതായാലും പൊളിറ്റിക്കലായിട്ട് ഡിസിഷൻ എടുത്തു, ഫ്രീ കൊടുത്തേ പറ്റൂ. അപ്പോൾ അത് ഏത് ലെവലിലാണ് ഫ്രീ കൊടുക്കുന്നതനുസരിച്ചാണ്. ഒറ്റ ട്രിപ്പിൽ എല്ലാം കൂടെ അങ്ങ് കൊടുത്താൽ ഇത് ഇംപ്ലിമെൻറ്റേഷൻ വലിയ ബുദ്ധിമുട്ട് വരും. കാരണം അതിന് പല സ്റ്റെപ്പുകളുണ്ട്, ഒത്തിരി പേര് ഇൻവോൾവാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ തീരുമാനം കേരളത്തിലെ ഒരു വലിയ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഇപ്പോഴത്തെ KSRTC എഫിഷ്യൻ്റ് ആക്കി കഴിഞ്ഞാൽ, കൂടുതൽ പ്രൊഫഷണൽ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര ഭീകരമായ ഒരു തുകയൊന്നും ഇതിലേക്ക് കൊടുക്കേണ്ടി വരത്തില്ല. ഇപ്പോഴത്തെ KSRTC സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥിതി തന്നെ ഏതാണ്ട് 5800 ബസ്സുകളുണ്ട്. അതിലൊരു 900 ബസ്സോളം ഇപ്പോഴും കട്ടപ്പുറത്ത് ഓടത്തില്ല. ഏതാണ്ട് 2200 സ്ഥിരം തൊഴിലാളികൾ, 7000 അതായത് 30,000 തൊഴിലാളികൾ. ഈ 4500 ബസ്സിന് തൊഴിലാളികളെ KSRTC വേണോ? ഒരിക്കലും വേണ്ട. പണ്ട് തൊട്ടേയുടെ ചർച്ചയല്ലേ. സാധാരണ പ്രൈവറ്റുകാർ 1-2 പേരെ വെച്ചിട്ടാണ് ഓടിക്കുന്നത്. KSRTCയിൽ ആവറേജ് ഞാനുള്ള സമയത്ത് 9 ആയിരുന്നു. പിന്നെ ഇപ്പോൾ 7-8 കുറഞ്ഞെന്ന് പറഞ്ഞു. ഒരു വണ്ടിക്ക് 7-8 പേര്. ഞാനൊരു ചെറിയ സ്റ്റഡി, KSRTC ഞാനിരിക്കുന്ന സമയത്ത് ഒരു ലൈലൻഡ് ബസ് മേടിക്കണേ 55 ലക്ഷം രൂപയായ വില. ഒരു ലൈലൻഡ് ബസ് മേടിച്ച് 1 വർഷം ഓടിച്ചു കഴിഞ്ഞാൽ ആ ബസ്സിൽ മാത്രം KSRTC ഉണ്ടാകുന്ന നഷ്ടം 55 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ എൻ്റെ കണക്കല്ലേ? അത്ര മാത്രം. ഇപ്പൊ തന്നെ 1,20 ലക്ഷം രൂപ. അത് ഈ മനുഷ്യവാഹുല്യം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടാണോ? തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ വില്ലിന്റെ ഒരു അഭാവമാണത്. കാരണം പല സംസ്ഥാനങ്ങളിലും ഇത് ഒരു ലാഭത്തിന് വേണ്ടി കൊടുക്കുന്ന പ്രസ്ഥാനമല്ല, ഇത്ര നഷ്ടം ഉണ്ടാകുന്നില്ല. ഇത് അധികവും നോൺ പ്രൊഡക്റ്റീവ്. അപ്പോൾ ഞാൻ പറഞ്ഞ 30,000 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. എത്ര ബസ്സാണ് ഓടുന്നത്? 4,500, 5,000 ബസ്. 5,000 ബസ്സിന് 30,000 വരുന്ന എത്ര? ഒരു ബസ്സിന് 6 പേര്. എന്തിനാ 6 പേര്? എല്ലാ സ്ഥലത്തും ഡിപ്പോകളും അല്ലേ. ഒരു MLA ഉണ്ട്, എനിക്ക് ഇവിടെ ഡിപ്പോ വേണം, എൻ്റെ ഡിപ്പോയെ മാറ്റാൻ പറ്റത്തില്ല, അപ്പോൾ എൻ്റെ കഴിവുകേടാന്ന് പറയും. അതുപോലെ ബഞ്ചിങ്, ഓടുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഓടുന്നു. അതുപോലെ ഓവർലാപ്പിങ്, അതുപോലെ തന്നെ ഈ ഡെഡ് എൻഡ്. അപ്പോൾ ഒരാൾ പറയും മലയുടെ മോള് വരെ വണ്ടി വേണമെന്ന് പറയും. ആ സമയത്ത് 2 പേരും പോലും കാണത്തില്ല. അവാർഡ് കൊടുത്തിട്ട് സെക്കൻഡ് ഷോയ്ക്ക് ആളിരിക്കുന്ന പോലെ ചിലപ്പോൾ ആളില്ലാതായിരിക്കും വണ്ടി കൊടുക്കുന്നത്. അപ്പം അതൊരു ഒരു 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 റാഷണലൈസ് ചെയ്തൊരു സംഭവം കൊണ്ടുവരാന്നുള്ളതാണ് മെയിൻ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.